എടാ എനിക്കും കൂടി താടാ, നീ മാത്രം ഇങ്ങനെ തിന്നോണ്ടിരിക്കാതെ. അയ്യോ, ഞാൻ കഴിച്ചെന്റെ മക്കൾക്ക് തമ്പുരാട്ടി കഴിക്കുവോ? അതെന്താ, നീ എന്റെ ആങ്ങളല്ലേ, ഞാൻ കഴിക്കും. ഞാൻ 2 ദിവസമായി വല്ല വെച്ചിട്ട് ഇതെന്തിനാ എനിക്ക് ഞാൻ വല്ലവിടെ എത്തില്ല, ഞാൻ കഴിക്കുള്ളൂ. ഇത് തന്നെ നിന്ന് നിനക്ക് എന്തുവാടേ എനിക്കൊന്നും വേണ്ട വല്ലവിടെ എത്തില്ല. സഞ്ജു, നീ എവിടെ ഇരിക്ക? അപ്പത്തേക്ക് വാങ്ങണോ? എനിക്ക് വാങ്ങൊന്നും വേണ്ട. പിന്നെ എടാ, ഞാനൊരു കൂട്ടുകാരിയുടെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത്? എന്റെ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന കൂട്ടുകാരി. അപ്പച്ചി എന്നോടത് പറഞ്ഞത്, അവന്റെ അടുത്തല്ല. ആരോടെ എനിക്ക് ഓർമ്മയൊന്നുമില്ല ആരോടത് പറഞ്ഞതൊന്നും. എന്തായാലും അവള് ഹോട്ടൽ തുടങ്ങാൻ പോവാ. ആണോ? എന്നിട്ട് അപ്പൊ നിന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ചേ. നിന്നോടായിരുന്നില്ല അല്ലേ? അവള് പറഞ്ഞില്ല, അവളോടാ പറഞ്ഞത്. അപ്പച്ചി കാര്യം പറ, എന്തോ സംഭവം? ഒന്നുമില്ല, അവര് പുതിയൊരു ഹോട്ടലും കൂടി തുടങ്ങാൻ പോകണ്ട, എന്നെ വിളിച്ചു പറഞ്ഞപ്പോ. ഞാനിപ്പോ എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂടാ. അപ്പച്ചി അവിടെ ജോലി സാധ്യതയൊക്കെ ഉണ്ടാവൂലേ? അപ്പച്ചി ഇവളിവിടെ ചുമ്മാ ഇരിക്കുവല്ലേ, ഹോട്ടൽ മാനേജ്മെന്റ്. അവളെ ഒന്ന് കയറ്റി വിട്, രക്ഷപ്പെട്ട് പോട്ടെ. അവളെ ഞാൻ കയറ്റി വിടാൻ ഞാൻ ആരെയും റെക്കമെൻഡേഷൻ ഒന്നും നടത്തുന്നില്ല. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. പക്ഷെ പാവ അപ്പച്ചി, ഇവള് ചുമ്മാ ഇരിക്കുകയല്ലേ. അവൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഒന്ന് സംസാരിക്കും കൂട്ടുകാരി, അവളെ പോട്ടെ. ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്ത് കാര്യം? എന്നെ ആൾക്കാർ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ നിൽക്കല്ലേ. എന്ത് കാര്യം എന്നാ? ഇവക്ക് ശമ്പളം കിട്ടൂലേ, അപ്പൊ നമുക്കത് അടിച്ചു കൊടുക്കത്തില്ല എല്ലാവർക്കും കൂടെ. എനിക്കെന്ത് ലാഭം? ഇതെന്റെ വീടല്ലല്ലോ, എനിക്കൊരു ലാഭമില്ല. അങ്ങനെ പറയാതെ ഇവളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയ പാവ, അവളൊരു അവസരം നോക്കി 5 സ്റ്റാർ ഒക്കെ അല്ലേ, അവളെന്തായാലും പണിയെടുത്ത് ജീവിക്കട്ടെ. അല്ല ഒന്നുമില്ലടാ, ഞാനൊരു സന്തോഷ വാർത്ത നിന്നോട് പറയണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ശരി, പോണൂട്ടാ. ഇവിടെ ജോലി നീ ഇങ്ങനെ ഇരിക്കാതെ അപ്പച്ചിയുടെ പുറകെ വീട്ടിൽ പണി തെറ്റാക്കാൻ നോക്കൂ പെണ്ണേ. എന്റെ പട്ടി പോവാ അപ്പച്ചിയുടെ പുറകെ. നിനക്ക് പട്ടി ഉണ്ടോ? നീ ഉണ്ടല്ലോ, നീ പോയി കാല് പിടിക്കും. എന്റെ അച്ഛൻ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. പോയി പുറകെ പോയി കാല് പിടിക്കടി. നീ പോടാ അവിടെ നിന്ന്, എനിക്ക് പിടിക്കാന്ന് വയ്യ. പണിയെടുക്കാൻ ചുമ്മാ തിന്നാണ് നിന്റെ പ്ലാൻ അല്ലേ? ഇത്രയ്ക്ക് ആറ്റിറ്റ്യൂഡ് കാണിച്ചാലേ ഞാൻ കാലൊന്നും പിടിക്കാൻ പോകത്തില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്റെ അടുത്ത്. ഇങ്ങോട്ട് ഇപ്പൊ വന്നല്ലോ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ നീ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. എടാ പോടാ ഇവിടുന്ന്, കണ്ടില്ലായിരുന്നു ചാട. കുറച്ച് ചോള സഹിക്കും, അതിലോട്ട് തുട്ട് കിട്ടൂല. തുട്ട് അത്രയ്ക്ക് ബോധമുണ്ടോ? എടാ നീ പോയി വല്ല PSC ആണ് പഠിച്ചിട്ട് ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്കുക. എന്നെ പണിക്ക് പറഞ്ഞു വിടുന്നവൻ. അതൊക്കെ നോക്കിയിരിക്കുന്നവരും നിന്റെ പോക്കി പല്ലു വാങ്ങിയതാ. മാങ്ങയല്ല, നീ ഇറങ്ങി പോക്കെ പോ. നീ വേണമെങ്കിൽ ഇറങ്ങി പോടാ, ഇത് എന്റെ മധുവിന്റെ റൂമാ. എനിക്കല്ല ജോലിയാണ്, നിനക്കല്ലേ? ഒന്ന് പോയി കാല് പിടിപ്പോ, ചക്കരയല്ലേ പോ. എനിക്ക് ജോലി വേണോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ? നിന്റെ അടുത്ത് കഞ്ചിയാ ഇല്ലല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പച്ചിയുടെ കാല് പിടിക്കാൻ പോണില്ല. 5 സ്റ്റാർ ഹോട്ടല്, നല്ല ശമ്പളം, അതിൽ കൂടെ നിനക്ക് എന്തോ വേണം? ഞാൻ പോകത്തില്ല. ആലോചിക്ക്, മാങ്ങ പിടിച്ചോണ്ട് ഞാൻ പോട്ടെ. എനിക്കൊന്നും ഒന്നാമത് ലക്ഷണം ഞാൻ വേറെ മാങ്ങ ഉണ്ടോ?